അപ്പോൾ കാർഡ് രണ്ട് കാർഡാണ്. ഒന്ന് 3 കാർഡ് മൗണ്ടൻസ്, പിന്നെ കാർഡ് ഷിഫ്റ്റ്. ഈ രണ്ട് ട്രിക്കാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതാണ് ആദ്യത്തെ ട്രിക്കും രണ്ടാമത്തെ ട്രിക്കും പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ട്രിക്കാണ് 3 കാർഡ് മൗണ്ടൻസ്. അപ്പോൾ അതിന് നമുക്ക് 3 കാർഡ്സ് ആണ് വേണം. അപ്പോൾ അതിന് 3 കാർഡ്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നുതരാം. നമ്മൾ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാർഡ്സ് എല്ലാം കാണിക്കാൻ അടുത്ത് തരാം. അപ്പോൾ ടോപ്പ് കാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോക്കറാണ്. ഓക്കെ, ഞാൻ ഈ കാർഡ് ബെഡിലോട്ട് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് കാർഡ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കാർഡാണ്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത കാർഡ് മാറിപ്പോയി, ഒരു കാർഡ് കീറി പൊട്ടിയിരിക്കുകയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കാർഡ്സ്. എന്നാണ് ടോപ്പ് കാർഡ് ഏതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോക്കറാണ്. ഒരു കാർഡ് ഞാൻ ഇട്ട്. പിന്നെ സെക്കൻഡ് കാർഡ് ഏതെന്ന് നോക്കി കഴിഞ്ഞാൽ ജോക്കറാണ്. ലാസ്റ്റ് കാർഡ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാർഡ് എടുത്ത് ഇനിയിപ്പോൾ ടോപ്പ് കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആസാണ്. ഓക്കെ, ഞാൻ ഈ ആസിനെടുത്ത് ഇനി അടിയിലേക്ക് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയാം ആസ് അടിയിലായിരിക്കുന്നു, പക്ഷേ അടിയിൽ ജോക്കറാണ്. അപ്പോൾ എല്ലാവരും പറയും മീത്തയായിരിക്കും, മീത്തയായിരിക്കും ജോക്കറിന്, പക്ഷേ മീത്തയും ജോക്കറാണ്. അപ്പോൾ എല്ലാവരും പറയും നടുവിലായിരിക്കും ആസെന്ന്, പക്ഷേ നടുവിലും ജോക്കറാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കും ഇതെന്നെ കളി, ഇതെന്നെ ഇങ്ങനെ, പക്ഷേ ശരിക്കും നിങ്ങളുടെ കണ്ണാണ് നിങ്ങൾ പറ്റിക്കുന്നത്. ആ കാർഡ് അടിയിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഒരെണ്ണത്തിനെ കൂടെ ബെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ കാർഡ് ഒന്നുകൂടെ റീപോയിൻ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ്. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ വെയിലാക്കി കിട്ടുന്നു. അപ്പോൾ ഇപ്പോൾ ടോപ്പ് ഇട്ടിരിക്കുന്ന കാർഡ് എന്ന് നോക്കി കഴിഞ്ഞാൽ ജോക്കറാണ്. അപ്പോൾ ഞാൻ ഈ ജോക്കറിനെ എടുത്ത് നേരത്തെ പോലെ തന്നെ അടിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയും അടിയിരിക്കുന്ന കാർഡ് ജോക്കറായിരിക്കുന്നു, പക്ഷേ അടിയിൽ ആസാണ്. അപ്പോൾ നിങ്ങൾ പറയും മീത്ത ഇരിക്കുന്ന കാർഡ് ജോക്കറാണെന്ന്, പക്ഷേ ഈ ഒരു മീത്ത ഇരിക്കുന്ന കാർഡ് എന്താണ് മീത്ത ഇരിക്കുന്ന കാർഡ് ജോക്കറല്ല, ഈ ഒരു മീത്ത ഇരിക്കുന്ന കാർഡ് ആസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും നടുവിലിരിക്കുന്ന കാർഡായിരിക്കും, പക്ഷേ നടുവിലിരിക്കുന്ന കാർഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ കളിപ്പിക്കുകയാണ് ഇതന്നെ ഇങ്ങനെയാണ്, പക്ഷേ ആ ഒരു കാർഡ് അടിയിൽ തന്നെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഈ ഒരു കാർഡ് 3ആണ്. ഇനിയാണ് റിയൽ ബെറ്റിങ്. ഈ ഒരു കാർഡിനെ ബെറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിം. ഇപ്പോൾ എൻ്റെ 3 കാർഡുണ്ട്. ഈ ഒരു കാർഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആസാണ്, ക്ലാവറാണ്. ഈ ഒരു കാർഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോക്കറാണ്. അപ്പോൾ ഈ ഒരു കാർഡാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ എൻ്റെ പപ്പയുടെ ഇപ്പോൾ ഉണ്ട്. പപ്പ ഇത് ഏത് കാർഡാണെന്നാണ് പപ്പ ഈ തോന്നുന്നത്? ജോക്കറാണോ ഈ ഒരു കാർഡാണോ? ജോക്കർ. അപ്പോൾ പപ്പ പറയുന്നത് ജോക്കർ കാർഡാണ്. നിങ്ങൾ ചിലർ പറയും ജോക്കർ എ. അപ്പോൾ ശരി, ജോക്കറോ എയോ അല്ല ഈ കാർഡ്. ഈ ഒരു കാർഡ് ഒരു കെ ആണ്. കെ കിങ്, അതായത് കിങ്സ് സ്പേഡ് കിങ്സ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രിക്ക്. ഇനി രണ്ടാമത്തെ ട്രിക്കിനായിട്ട് നമുക്ക് ഞാൻ ഇതാക്കി തരാം. അപ്പോൾ ഞാൻ കാർഡൊന്നും എടുത്തിട്ട് ഗൈസ്, അപ്പോൾ ഞാൻ ഈ കാർഡുകളൊന്ന് ഷഫിൾ ചെയ്യട്ടെ. കാർഡൊന്ന് ഷഫിൾ ചെയ്യട്ടെ. ഓ കാർഡ് ഇല്ല. ഓ ഈ കാർഡൊക്കെ താഴെ പോകുന്നു ഗൈസ്. ഞാനിപ്പോൾ ഈ കാർഡൊക്കെ ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ടോപ്പിൽ ഇരിക്കുന്ന കാർഡ് ഏത് ആണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് 3, ഈ ഒരു ഇതാണ് 3 സ്പേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് ഞാൻ അടിയിലോട്ട് വെച്ചു. ഇപ്പോൾ പിന്നെ പപ്പയുടെ കൈ ഒന്നും എനിക്ക് ആവശ്യമുണ്ട്. പപ്പ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വെച്ച് എന്നിട്ടൊന്ന് ഇങ്ങനെ കറക്കിയാൽ മതി. കറക്കണം, ജസ്റ്റ് കറക്കിയാൽ മതി. എന്നിട്ട് അതിലോട്ട് അങ്ങ് മറച്ച് വെച്ച് തരും. മറക്കി കൈ മൊത്തത്തിൽ മറിച്ച്. അപ്പോൾ പപ്പ ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ ഒരു മാജിക് കാണിക്കാം. പപ്പയുടെ കൈ എന്തെങ്കിലും ഫീൽ ചെയ്തോ? ചെറുതായിട്ട് എന്തോ കാർഡ് മാറിയ പോലെ ഫീൽ ചെയ്തോ? ഓക്കെ, ഇപ്പോൾ പപ്പ കൈ ഒന്ന് മാറ്റിയേക്കും. ഗൈസ്, ഇപ്പോൾ പപ്പയുടെ കയ്യിലുള്ള ആ ഒരു ഗ്രാവിറ്റി ഒരു പവറുണ്ട്. ആ ഒരു ഗ്രാവിറ്റി പവർ കാരണം ഈ ഒരു കാർഡ് എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ് കണ്ടോ, ഇതാണ് മാജിക്. ഇതിനകത്തുനിന്ന് എടുത്ത കാർഡ് ഇതായി മാറി. നോക്ക്, ഈ ടോപ്പ് കാർഡ് ഏതാണ് നിങ്ങൾ നോക്കിക്കോ ഗൈസ്. ഈ 2 കാർഡും അത് തന്നെയല്ല, കണ്ടോ? ഇതെല്ലാം ഡിഫറെൻറ്റ് കാർഡ്സാണ്. കണ്ടോ, ഇത് മറ്റേ കാർഡല്ല. നിങ്ങൾ 3 വിചാരിക്കും, പക്ഷേ ഇതാ കാർഡല്ല. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് മാജിക് ഗൈസ്. ഈ ഒരു കാർഡിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുന്നതാണ് മാജിക്. ഇപ്പം ഇനി നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഞാൻ കാണിച്ചില്ലേ. ഇനി നമുക്ക്
ഫസ്റ്റ് 3 കാർഡ് മൗണ്ടൻ്റെ ട്രിക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ കാർഡ് നേരത്തെ എടുത്ത പോലെ തന്നെ ഞാൻ എടുക്കാം. നേരെയാണോ കാണുന്നത്? എനിക്ക് നേരെയാണോ കാണുന്നത്? ആ കുഴപ്പമില്ല. ഇത് ഇങ്ങോട്ട് പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ. ഗൈസ്, അപ്പോൾ നമുക്ക് വേണ്ടത് 3 കാർഡ്സാണ്. അപ്പോൾ 3 കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആസ്, പിന്നെ ഈ ഒരു കാർഡ്, പിന്നെ ഈ 3 കാർഡ്. അപ്പോൾ നമ്മൾ ഇത് വെക്കുമ്പോൾ ഒരു ഓർഡറിൽ വെക്കണം. അതായത് ഇത് വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റേതായ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ ആ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് ഇത് ഇങ്ങനെ, ഇത് ഈ ഒരു കാർഡ് മുകളിൽ വരുന്നത്, മുകളിലല്ല അടി വെക്കും, ഇത് മിഡിൽ, ഇത് മുകളിൽ. അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് പിടിക്കുമ്പോൾ ഈ ടോപ്പ് കാർഡ് ആയിരിക്കും ഇതായിരിക്കും. ഈ ഒരു കാർഡ് ഏതായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പിടിക്കുക. ഏത് ടോപ്പ് കാർഡ് ഇത്, മിഡിൽ കാർഡ് ഇത്, ലാസ്റ്റ് കാർഡ് ഇത്. അപ്പോൾ നമ്മൾ കാണികളെ കാർഡ് കാണിക്കുക. അപ്പോൾ നമ്മൾ കാർഡ് കാണിക്കുമ്പോൾ ഈ കാർഡ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് ടോപ്പ് കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർഡില്ലേ, നമ്മൾ ഒന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് വലിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കാണിച്ചിട്ട് അങ്ങ് വെച്ചേക്കണം. അപ്പോൾ അവർ ഇതേലോട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് നമ്മൾ ഇതേലോട്ട് നോക്കത്തില്ല. അപ്പോൾ ഇത് ഒറ്റ കാർഡാണെന്ന് അവർക്ക് തോന്നത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പ് കാർഡിനെ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് എടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇച്ചിരി കൂടെ ബെറ്റർ. നമുക്ക് പെട്ടെന്ന് കാർഡ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അടിയിലോട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ് നമ്മൾ എടുത്ത് ഈ ഒരു 2 എണ്ണം കൂടെ ഒന്നിച്ചെടുത്ത് അടിയിലോട്ട് എടുത്ത് വെച്ചു. അടിയിലോട്ട് ഇത് ആദ്യം കാണിച്ചു, എന്നിട്ട് ഈ ഒരു കാർഡിനെ താഴോട്ടിട്ടു, ഈ ഒരു കാർഡും കാണിച്ചു താഴോട്ടിട്ടു, അവസാനത്തെ കാർഡും കാണിച്ചു. അത് അങ്ങനെ തന്നെ ഇടണം. എന്നിട്ട് ഇത് എടുക്കുമ്പോൾ ടോപ്പ് കാർഡ് ഏതാണ്? ഇതാ. അടുത്തിരിക്കുന്ന കാർഡ് ഏതാണ്? ഇത് ജോക്കറാണ്. അടുത്ത കാർഡ് ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് കാർഡിൻ്റെ പൊസിഷൻസ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ കാർഡിൻ്റെ പൊസിഷൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടോപ്പ് കാർഡായിട്ട് ഇതിനെ നമ്മൾ ബെറ്റ് ചെയ്യില്ലേ, ഇതിനെ നമ്മൾ ഒരു ടഫ് ബെറ്റിംഗ് ആണ്, ഒരു ടച്ച് ബെറ്റിംഗ് ആണ് ചെയ്യുന്നത്. റിയൽ ബെറ്റിങ്ങിന് അവസാനമാണ്, ഇതാണ് ടച്ച് ബെറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ബെറ്റിങ്ങിനെ ഈ ഒരു കാർഡ് ഇങ്ങനെ വലിച്ചിട്ട് 2 എണ്ണം, ഈ ജോക്കറും ഇതും കൂടെ വലിച്ചിട്ട് ഒരുമിച്ച് ഈ അടിയിരിക്കുന്ന കാർഡ് ഇങ്ങനെ വലിച്ചിട്ട് അടിയിലോട്ട് വെക്കുമ്പോൾ നമ്മൾ തിരിച്ച് കാണിക്കുമ്പോൾ ജോക്കർ ഇവിടെ, അതായത് സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ ഇത് ഇരിക്കും. അപ്പോൾ ജോക്കർ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ജോക്കർ എവിടെയായി? അടിയിൽ വന്ന്. പിന്നെ നമ്മൾ അടുത്ത എവിടെയാണ് കാണിക്കുക? മീത്തെ. അപ്പോൾ മീത്തേക്ക് അതിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു ചൂണ്ടുവരൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഒരു അടിയിൽ നിന്ന് ഇങ്ങനെ വലിക്കുക. അതായത് അപ്പോൾ 2 കാർഡ്, ഇപ്പോൾ അടിയിരിക്കുന്ന ഒരു ജോക്കറില്ല, ജോക്കർ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇത് വലിച്ചിട്ട് ഈ ഒരു ഓക്കെ, ഈ ഒരു കാർഡ് ഇതുണ്ട്, ഇവിടെ ഈ നടുക്ക് ഇതുണ്ടോ, നടുക്ക് ഈ ഒരു കാർഡ് ഇങ്ങനെ വലിച്ച് ഇതാക്കിയിട്ടേ കാണിക്കാവുള്ളൂ. എന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഉരച്ചിടുക. അപ്പോൾ അവർക്ക് മനസ്സിലായത് ഒറ്റ കാർഡാണ്, ഉരച്ചിടുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കാർഡ് മാറ്റി ഇതിനെ കാണിക്കുക. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ 2 കാർഡാണ് എടുത്തത്, അതുകൊണ്ടാണ് അത് നടുക്ക് വന്നേക്കുന്നത്. ഇതെടുത്ത് കാണിച്ച് അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു കാർഡിനെ മാറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഈ മുകളിൽ ഇരുന്നു, എന്നിട്ട് നടുവ് വന്നു, പിന്നെ ഏറ്റവും അടിയിലും വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അടിയിൽ ഏത് കാർഡാണ്? ഇതായി വരും. അപ്പോൾ നിങ്ങൾക്ക് ട്രിക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ടോപ്പ് കാർഡ് കാണിക്കുന്നത് ഞാൻ കാണിച്ചു, മിഡിൽ കാർഡ് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു, പിന്നെ അടിയിലത്തെ കാർഡ് എങ്ങനെ കാണിക്കുന്നതെന്ന് കാണിച്ചു. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് അടിക്കാം. നേരത്തെ പോലെ ഞാൻ ജോക്കറിൻ്റെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേനും ഈ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു കാർഡിനെ എടുത്ത് നടുക്കോട്ട് വെക്കണം. അതായത് ഇങ്ങനെ എടുത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ. എന്നിട്ട് ഇത് റിയൽ ബെറ്റിംഗ് ഇതാണ്. അവരോട് ഈ കാർഡും ഇതും 2ഉം കാണിക്കണം. എന്നിട്ട് അവർ പറഞ്ഞു കഴിയുമ്പോൾ ഈ കാർഡ് കാണിക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക്. പിന്നെ അപ്പോൾ ഫസ്റ്റ് കാർഡിൻ്റെ ട്രിക്ക് എന്തായാലും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഞാൻ ബാക്കി മറ്റേതിൻ്റെ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇനിയാണ് നമ്മുടെ കാർഡ് ഷിഫ്റ്റ്, ആ ഒരു കാർഡിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ട്രിക്ക് ഞാനിപ്പോൾ ഇതാണ് ആ ഒരു ട്രിക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാർഡിനായിട്ട് നമ്മൾ കാർഡെല്ലാം ഷഫിൾ ചെയ്ത് കഴിയുമല്ലോ. അപ്പോൾ നമ്മൾ ടോപ്പ് കാർഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മർമ്മം നോക്കണം. നേരത്തെ പോലെ തന്നെ 2 കാർഡായിട്ട് എടുക്കണം. അതായത് നമ്മളിങ്ങനെ ഇതാക്കി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു 2 കാർഡോ ഒരു 3 കാർഡോ ആക്കി, ഒരു 3 കാർഡാണ് ഇച്ചിരി കൂടെ കട്ടർ, അല്ലെങ്കിൽ സെക്കൻഡ് കാർഡ് അവർക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് 3 കാർഡ് എടുത്ത് കാണിക്കുക. എന്നിട്ട് ആ ഒരു കാർഡിനെ കുറച്ച് അടിയിലോട്ടിടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്ത് ഇതാക്കി ഞൊട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ നേരത്തെ ചെയ്ത പോലെ പപ്പയെ പോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇത് വെച്ചിട്ട് കാണികളെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇത് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആൾക്കാരെ കൊണ്ട് വേണമെങ്കിൽ അവരുടെ ഇങ്ങോട്ട് ഇങ്ങനെ നെഞ്ചത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് അവർക്ക് എല്ലാം ഫീൽ ചെയ്തോന്ന് ചോദിച്ചിട്ട് മുട്ടിയിട്ട് കാർഡ് തിരിച്ച് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാത്രം ഒരു സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു കാർഡ് കാണിച്ചു കഴിയുമ്പോൾ അവരെ മറ്റേ കാർഡ് ഇതൊരു ചെക്ക് ചെയ്യാൻ കൊടുക്കുമല്ലോ. അപ്പോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കാർഡിനെ ഒന്ന് ഷഫിൾ ചെയ്തേക്കണം, ഇടയ്ക്കൊന്ന് ഷഫിൾ ചെയ്ത് വിട്ടേക്കണം. അപ്പോൾ മറ്റേ കാർഡ് നമ്മൾ എടുത്ത കാർഡ് വേറെ ഇടത്ത് പോകും. അപ്പോൾ നമ്മൾ എടുത്ത പൊസിഷനിൽ തന്നെ ഇരിക്കത്തില്ല, വേറെ പൊസിഷനിൽ പോകും. അപ്പോൾ എന്നിട്ടായിരിക്കും നമുക്ക് കാണികൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനോ ഷഫിൾ ചെയ്യാനോ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ചെറിയ ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ധനുദേവ്, ക്യാമറാമാൻ ദിനു പുരുഷോത്തമൻ, സൈനിങ് ഔട്ട്.